ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലാലേട്ടന് താടി കാരണം നഷ്ടപ്പെട്ട നല്ലൊരു വലിയ റോളിനെ കുറിച്ചാണ്. കാരണം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന രമേശ് നാരായണൻ മമ്മൂട്ടി മോഹൻലാൽ ചിത്രത്തിൽ എന്തുകൊണ്ടായിരിക്കും ലാലേട്ടൻ ഒരു 10-30 മിനിറ്റ് മാത്രമുള്ള വേഷം, അതൊരു ഡോണിൻ്റെ വേഷമാണ്, പോലീസുകാരൻ്റെ വേഷം മമ്മൂട്ടിക്കാണ് കൊടുത്തിരിക്കുന്നത്. അത് എന്തുകൊണ്ടായിരിക്കും എന്നാണ് കഥ വെളിയിൽ വരുമ്പോഴത്തേക്കും പറയുന്നത്. മമ്മൂട്ടിക്ക് പോലീസ് ക്യാരക്ടറാണ്, മോഹൻലാൽ ഡോൺ ക്യാരക്ടറാണെന്നൊക്കെ വെളിയിൽ കഥകൾ വന്നതാണ്. അപ്പം അതിനകത്ത് എന്തുകൊണ്ടായിരിക്കും മോഹൻലാലിന് പോലീസ് റോൾ കൊടുക്കാത്തത്? മോഹൻലാൽ മമ്മൂട്ടിയെക്കാളും താഴ്ന്ന ഒരു നടനായതുകൊണ്ടാണോ? അത് സുരേഷ് ഗോപിക്ക് വെച്ചിരുന്ന റോളാണെന്ന് കേട്ടിരുന്നു. അതിനെയാണ് എലിവേറ്റ് ചെയ്ത് മോഹൻലാലിന് കൊടുത്തതെന്ന് പറയുന്നു. എന്തുകൊണ്ടായിരിക്കും ആ റോളിൽ മോഹൻലാൽ അഭിനയിക്കേണ്ടി വന്നത്, മമ്മൂട്ടിക്ക് മെയിൻ ക്യാരക്ടറായിട്ട് അഭിനയിക്കേണ്ടി വന്നത്? ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ലാലേട്ടന് പോലീസ് റോൾ അഭിനയിക്കാൻ സാധിക്കില്ല ഇനി, അല്ലെങ്കിൽ അതിനുവേണ്ടി എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് കാണിക്കേണ്ടിയിരിക്കുന്നു. താടി വെച്ച് മാത്രമേ ഇനി മോഹൻലാലിൽ അഭിനയിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഈ സിനിമയിൽ താടി വടിച്ചിട്ടുള്ള റോൾ ഉണ്ടെന്നും പറയുന്നു. അതിൻ്റെയൊക്കെ ചെറിയ സ്റ്റില്ലുകൾ വന്നു, അത് കണ്ടിട്ട് മഹാവർത്തികളായിട്ടാണ് തോന്നിയത്. അത് വേറെ കാര്യം, അതിവിടെ. അപ്പം എന്തുകൊണ്ടായിരിക്കും മമ്മൂട്ടിക്ക് ക്യാരക്ടർ വലിയ ക്യാരക്ടറും മോഹൻലാലിന് ചെറിയ ക്യാരക്ടറും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഹൻലാലിന് അപ്പിയറൻസ് ഇനി ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ തന്നെ ചേഞ്ച് ചെയ്താൽ അതിനുള്ള പോലീസിൻ്റെ ഒരു പവർ ലുക്ക് കിട്ടില്ല. അതുകൊണ്ട് മമ്മൂട്ടിക്ക് മെയിൻ റോൾ കിട്ടി. അല്ലാതെ അവർ രണ്ടിനും തുല്യരായിട്ടുള്ള നടന്മാരാണ്. എന്നിട്ടും മമ്മൂട്ടിക്ക് മെയിൻ റോൾ കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം കൊണ്ട് മാത്രമാണ്. പിന്നെ മോഹൻലാലിന് താടി എടുത്ത് അഭിനയിക്കാൻ സാധിക്കില്ല എന്ന് നമുക്ക് തെളിയിക്കുന്ന രണ്ട് ചിത്രങ്ങളാണ് നമ്മുടെ മോൺസ്റ്ററും ട്വൽത്ത് മാനും. ട്വൽത്ത് മാൻ എന്ന് പറഞ്ഞ ചിത്രത്തിൽ ഉറപ്പായി മോഹൻലാലിന് താടി എടുത്ത് ചെയ്യേണ്ട റോളായിരുന്നു. അതിന് താടി എടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് തിരക്കഥയിൽ മാറ്റങ്ങൾ വരുത്തി റിട്ടയറായ അല്ലെങ്കിൽ സസ്പെൻഷനിലായ പോലീസുകാരൻ്റെ റോളാക്കി മാറ്റി ആ സിനിമയെ എടുത്തു വളച്ചൊടിച്ച് കൊണ്ടുവന്നു. ഇല്ലെങ്കിൽ കുറച്ചും കൂടെ ത്രില്ലിങ് ആവേണ്ടിരുന്ന സിനിമയാണ് ട്വൽത്ത് മാൻ. ആ ട്വൽത്ത് മാൻ ഇങ്ങനെ ആയി പോകേണ്ട കാരണമേ ആ ഒരു ചേഞ്ചാണ് കഥയിൽ. അല്ലെങ്കിൽ മോഹൻലാൽ ആക്റ്റീവ് പോലീസുകാരൻ്റെ റോളാണ് ആ സിനിമയിൽ ചെയ്തിരുന്നതെങ്കിൽ ഈ സിനിമ ഈ ലെവലിലല്ല എത്തേണ്ടിയിരുന്നത്. കുറച്ചും കൂടെ ത്രില്ലിങ് ആയിട്ട് കൊണ്ടുപോകേണ്ടിയിരുന്ന സിനിമയെ ആ ഒരു ചെറിയൊരു ലൊക്കേഷനിൽ ഒതുക്കി ട്വൽത്ത് മാൻ ചെയ്തു. ഇപ്പോൾ നിങ്ങൾ പറയും കോവിഡ് സമയത്ത് ഷൂട്ട് ചെയ്ത സിനിമയാണ്, അതോടെ എങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയും. എങ്ങനെ ചെയ്യാൻ പറ്റിയാലും മോഹൻലാൽ ആക്റ്റീവ് പോലീസുകാരൻ്റെ റോളാണ് അതിൽ എഴുതി വെച്ചിരുന്നതെന്നും അത് തിരുത്തി മോഹൻലാലിന് വേണ്ടി മാറ്റിയതാണെന്നും വെളിയിൽ വന്ന ന്യൂസാണ്. അത് ഒഫീഷ്യലായിട്ട് വന്ന ന്യൂസാണ്. അപ്പം അങ്ങനെയുള്ള റോളുകൾ ഇനി മോഹൻലാലിന് ചെയ്യാൻ സാധിക്കില്ല. താടി എടുത്തുകൊണ്ട് മോഹൻലാലിന് ഇനി ഒരു ക്യാരക്ടർ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. എന്നാൽ ചിലർ പറയുന്നുണ്ട് അടുത്ത സിനിമകളിൽ മോഹൻലാൽ താടി എടുത്ത് ചെയ്യുന്നുണ്ടെന്ന്. താടി എടുത്ത് ചെയ്യുമ്പോൾ എന്താവും എന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം. നമുക്ക് താടി എടുത്ത് ഒരു മോഹൻലാൽ ചിത്രം വരണം, അതാണ് നമ്മുടെ ആഗ്രഹം. എന്നാൽ മാത്രമേ നമുക്ക് പഴയ ലാലേട്ടനെ തിരിച്ച് കിട്ടുള്ളൂ. മീശ പിരിക്കുമ്പം ഒരു ലുക്കും ഒരു ലെവലും പഴയ ലാലേട്ടന് വരണമെങ്കിൽ താടി എടുത്തേ പറ്റുള്ളൂ. താടി ഇല്ലാതെ മോഹൻലാൽ മീശ വിരിക്കുമ്പം നമുക്ക് കിട്ടുന്ന ഒരു ഹൈയും താടി വെച്ചുകൊണ്ട് മീശ വിരിക്കുമ്പോൾ ഉള്ള ഹൈയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ ഒരിക്കലും ഒരു മമ്മൂട്ടി ഫാൻ ആയതുകൊണ്ട് മോഹൻലാലിനെ കുറ്റം പറയുന്നതല്ല. നമുക്ക് മോഹൻലാൽ എന്ന നടനെ വലിയ ഇഷ്ടമാണ്. മോഹൻലാൽ എന്ന നടൻ തിരിച്ചു വരണം. മോഹൻലാൽ എന്ന നടൻ ഇൻഡസ്ട്രിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇൻഡസ്ട്രി വളരുള്ളൂ. മമ്മൂട്ടി ഉണ്ടെങ്കിലും വളരും, പക്ഷേ ഇൻഡസ്ട്രിയിൽ മോഹൻലാലിന് മമ്മൂട്ടിയെക്കാളും കൂടുതൽ ഫാൻസും കൂടുതൽ നമ്മുടെ ബോക്സ് ഓഫീസ് പവറും മോഹൻലാലിന് തന്നെയാണ്. കാരണം മോഹൻലാലിനെ വെച്ച് ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ എടുത്താലും അത് വിജയിച്ചാൽ ഇത് ലാഭം കിട്ടുമെന്നുള്ള രീതിയിലാണ്. പക്ഷേ മമ്മൂട്ടി വെച്ച് ഒരു വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ലാഭം കിട്ടണമെന്നില്ല. അത്രയ്ക്ക് മികച്ച സിനിമയാണെങ്കിൽ മാത്രമേ ലാഭം കിട്ടുകയുള്ളൂ. അതിന് ഉദാഹരണമാണ് ഭീഷ്മപർവം. ഭീഷ്മപർവം എന്ന് പറഞ്ഞ സിനിമ ചിലപ്പോൾ മോഹൻലാലാണ് അഭിനയിച്ചിരുന്നെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ കളക്ഷൻ കിട്ടിയേനെ. ഞാൻ ഒരിക്കലും മമ്മൂട്ടി ഫാൻസിനെ ഇതായിട്ട് പറയുന്നതല്ല. മമ്മൂട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല റോളായിരുന്നു ഭീഷ്മപർവ്വത്തിൽ. പക്ഷേ മോഹൻലാലായിരുന്നു അത് ചെയ്തതെങ്കിൽ ഇത് വലിയ രീതിയിൽ പോവേണ്ടതായിരുന്നു. പക്ഷേ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഭീഷ്മപർവ്വം എന്ന് പറഞ്ഞ ആ റോള് മോഹൻലാലിന് ചെയ്യാൻ പറ്റില്ല. കാരണം ആ പവറിൽ ഭീഷ്മപർവ്വം എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരിക്കലും മോഹൻലാലിന് ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾ ഇനിയിപ്പോൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ ആലോചിക്കും, ഭീഷ്മപർവ്വത്തിൽ ആ ഒരു മീശയൊക്കെ പിരിച്ച് ആ താടിയൊക്കെ വെച്ചിട്ട് ആ ഒരു ഡയലോഗൊക്കെ, അത്രയും വലിയ ഡയലോഗ് ഉണ്ടല്ലോ, എന്തൊരു ഇത് പറയുന്നത്, വെട്ടി കീർക്കളയെന്നൊക്കെ പറഞ്ഞൊരു ഡയലോഗുണ്ട്. ആ ഡയലോഗൊക്കെ മോഹൻലാൽ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അത് ആലോചിച്ചാൽ മതി. നിങ്ങൾ പറഞ്ഞ ചിലപ്പോൾ മോഹൻലാൽ അതിനേക്കാളും മറ്റേ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല. ഇനി അതിനേക്കാളും കൂടുതലൊന്നും പറയാനില്ല. അപ്പം മോഹൻലാലിന് ഈ താടി എങ്ങനെയെങ്കിലും മാറ്റി നല്ലൊരു ക്യാരക്ടർ കിട്ടണം. നല്ലൊരു താടി ഇല്ലാത്തൊരു പോലീസുകാരൻ്റെ ക്യാരക്ടർ അല്ലെങ്കിൽ വേണ്ട. നമുക്ക് നരസിംഹം പോലത്തെ ഒരു റോൾ വേണമെങ്കിൽ പോലും താടി എടുത്തേ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് എടുക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പം മറ്റേ നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള പോലെ താടി എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരിക്കും. എന്നാലും കുഴപ്പമില്ല. നമുക്ക്
അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇപ്പം രമേശ് നാരായണൻ്റെ സിനിമ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ കാണാം, അതിൽ ചിലപ്പോൾ താടി എടുത്തിട്ടുള്ളൊരു ചെറിയൊരു ചേഞ്ചുള്ള റോൾ വരുമെന്ന് കേൾക്കുന്നു. എന്താണെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മോഹൻലാലിൻ്റെ പുതിയ സിനിമയുടെ അപ്ഡേറ്റിനായിട്ട്. ഓക്കെ.